നമ്മൾ മാതാവിൻ്റെ ഒത്തിരി പേരുകൾ കേട്ടിട്ടുണ്ട്. പലതരം പേരുകളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറയാറുണ്ട്. വളരെ പ്രത്യേകതയുള്ള ഒരു പേരുകൂടെ പരിശുദ്ധ അമ്മയ്ക്കുണ്ട്, സ്തൂപത്തിലെ മാതാവ്. കേൾക്കുമ്പോൾ രസകരമായി തോന്നാമെങ്കിലും അതിനു പിറകിലെ കഥ അത്ഭുതാവഹമാണ്. സ്പാനിഷ് ചരിത്രമനുസരിച്ച് AD 40 ഒക്ടോബർ 12 പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിച്ച ദിവസമാണ്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ യാക്കോബ് അക്കാലത്ത് തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് റോമൻ പ്രോവിൻസായ ഹിസ്പാനിയയുടെ കീഴിലായിരുന്ന സാരോഗോസയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ നാട്ടിൽ സംഭവിക്കാത്തതും ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് വരാൻ വിമുഖത കാണിച്ചതുമൊക്കെ വിശുദ്ധന് അതിയായ ദുഃഖത്തിന് കാരണമായി തീർന്നു. ഒരു ദിവസം എംബ്രോ നദിയുടെ തീരത്ത് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ മാലാഖമാരുടെ ഗണമായ കെരൂബുകളുടെ ഒപ്പം പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധനോട് സംസാരിക്കുകയും ചെയ്തു. ആളുകൾ സാവധാനം ക്രിസ്തുവിൽ വിശ്വസിക്കുമെന്നും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്നും അവരുടെ വിശ്വാസം താൻ നിൽക്കുന്ന ഈ സ്തൂപത്തിലേക്ക് പോലെ ശക്തമായി തീരുമെന്നും അമ്മ പറഞ്ഞു. ഒപ്പം അമ്മ സ്തൂപത്തിൽ നിൽക്കുന്ന തടിയിൽ തീർത്ത ഒരു രൂപം വിശുദ്ധന് നൽകുകയും ചെയ്തു. ശേഷം അദ്ദേഹം എംബ്രോ നദിയുടെ തീരത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ചാപ്പൽ പണിയുകയും ചെയ്തു. പിന്നീട് വിശുദ്ധ യാക്കോബും ശിഷ്യരും ജെറുസലേമിലേക്ക് പോകുകയും AD 44 ഹെറോദ് അഗ്രിപ്പയുടെ ഭരണകാലത്ത് രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1456 പോപ്പ് കാലിസ്റ്റസ് ആണ് ഈ പ്രത്യക്ഷീകരണത്തെ ആധികാരികമാണെന്ന് അംഗീകരിക്കുകയും ചാപ്പലിനെ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തു. ഒപ്പം ലേഡി ഓഫ് ദി പില്ലർ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഇതിനിടെ ഇത് സംഭവിച്ച് ഒത്തിരി വിവാദങ്ങൾ ആ സമയം മുതൽ നിലനിന്നിരുന്നു. 12 കർദിനാൾമാർ അടങ്ങുന്ന സംഘത്തെ പരിശുദ്ധ പിതാവ് നിയോഗിക്കുകയും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ആധികാരികത സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 1723 ഓഗസ്റ്റ് 7 ഇത് സേക്രഡ് കോൺഗ്രിഗേഷൻ ഓഫ് ദി റൈറ്റ്സ് ഈ സംഭവത്തെ ആധികാരികമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പള്ളിയിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന തടിയിൽ തീർത്ത മാതാവിൻ്റെ രൂപം പരിശുദ്ധ അമ്മ വിശുദ്ധന് നൽകിയതാണെന്ന കാര്യത്തിൽ സംശയമില്ല. 1434 പള്ളിക്ക് തീപിടിച്ചപ്പോൾ ഉണ്ടായിരുന്ന രൂപം തന്നെയാണ് ഇപ്പോഴും പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം വിശ്വാസികൾ. അതല്ല, ആ രൂപം കത്തി നശിച്ചു പോയി എന്ന് കരുതുന്നവരുമുണ്ട്. പരിശുദ്ധ അമ്മയുടെ തടിയിൽ തീർത്ത രൂപത്തിൻ്റെ ഉയരം 15 ഇഞ്ചാണ്. അത് സ്ഥാപിച്ചിരിക്കുന്നത് 6 അടി ഉയരമുള്ള സൂര്യകാന്തി കല്ലുകൊണ്ടുള്ള സ്തൂപത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ ഇടത് കൈയിൽ ഉണ്ണീശോയും ഈശോയുടെ ഇടത് കൈയിൽ ഒരു പ്രാവുമാണ് സ്തൂപത്തിലെ മാതൃരൂപത്തിൻ്റെ പ്രത്യേകതകൾ. സ്തൂപം ഒരു ചെറിയ തുണി കൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്നതായി കാണാം. 16ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങനെയാണ് രൂപം കാണപ്പെട്ടത്. വെങ്കലത്തിൻ്റെ ഒരു ചട്ടക്കൂടിലാണ് അമ്മയുടെ ഈ രൂപം സ്ഥാപിച്ചിരിക്കുന്നത്. സ്തൂപത്തിലെ മാതാവിന് 10ാം പിയൂസ് പാപ്പയാണ് കിരീടധാരണം നടത്തിയത്. മാർക്കുസ് ഓഫ് ഗ്രീനി എന്നയാളാണ് മാതാവിൻ്റെ കിരീടം രൂപകൽപ്പന ചെയ്തത്. എല്ലാ വർഷവും ഒക്ടോബർ 12 സ്തൂപത്തിലെ മാതാവിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് സരഗോസയിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്നത്.